ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് മാർക്കറ്റ് ഇന്നൊരു ഒരു നെഗറ്റീവ് ക്ലോസിംഗ് തന്നിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മോസ്റ്റ്ലി ഒരു 6.27% അപ്സൈഡ് തന്ന ശേഷം മാർക്കറ്റ് ഒരു ചെറിയ പോസ് അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് തരുന്നത് സ്വാഭാവികമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് മാർക്കറ്റിൽ മോസ്റ്റ്ലി അങ്ങനെ ഒരു റീടെസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ മാർക്കറ്റ് ചെറിയൊരു ഡൗൺ സൈഡ് തന്നിട്ടുണ്ടായിരുന്നു, ബട്ട് വളരെ മോശമായിട്ടൊന്നുമില്ല. പ്രധാനപ്പെട്ട ഏരിയാസ് ടച്ച് ചെയ്യാതെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. സോ 25,600 എന്നുള്ള റേഞ്ച് ഇനിയുള്ള ദിവസങ്ങളിലും സപ്പോർട്ട് റേഞ്ചായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇപ്പം നിഫ്റ്റിയിൽ നിലവിൽ മോശമായി ഒന്നുമില്ല, ജസ്റ്റ് ഒരു പുൾ ബാക്ക് ആണ് ഇന്ന് നടന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സ്. ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നിഫ്റ്റി ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ധാരണ കിട്ടും. ഓക്കെ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ലൈറ്റ്ലി ഉള്ള ഒരു പുൾ ബാക്ക് ആണ് കിട്ടിയത്. പുൾ ബാക്ക് എന്ന് പറയുമ്പോൾ വളരെ മോശം പുൾ ബാക്ക് ഒന്നുമല്ല, വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് വന്നു. അതായത് നമ്മൾ ഡിമാൻഡ് ഏരിയ ടച്ച് ചെയ്തു, ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ശ്രമം നടത്തി. സോ അതും നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റീടെസ്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് ആ ഒരു സോൺ റീടെസ്റ്റ് ചെയ്ത പോലെ ഒരു ഫീലിലാണ് ഞാൻ നിൽക്കുന്നത്. ആൻഡ് ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പ്രോപ്പർലി പാനിക് സെല്ലിംഗ് അല്ല നടന്നേക്കുന്നത്, മറിച്ച് സ്ലോലി ഉള്ള ഒരു റീടെസ്റ്റ് നടന്ന ഫീലാണ് എനിക്കുണ്ടായത്. ഓക്കെ, ഒരു പാനിക് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇതൊന്നും അല്ല, നല്ല രീതിയിലുള്ള പാനിക് സെല്ലിംഗ് വരാം. അപ്പോൾ മേ ബി മാർക്കറ്റ് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ഒരു റീടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. 56,720 എന്നുള്ള റേഞ്ചിലേക്ക് മേ ബി ഒരു ഡീപ്പായിട്ടുള്ള റീടെസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു പാനിക് സെല്ലിംഗിലേക്ക് പോയേനെ. ഈ ഒരു ഏരിയയും കൂടെ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ മേ ബി ഒരു പാനിക് സെല്ലിംഗിലേക്ക് മാർക്കറ്റ് പോയേനെ. ബട്ട് നിലവിൽ ഓക്കെയാണ്. നമുക്കത് വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ ലെവൽസ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് ഹിന്ദാൽകോ, ഭാരതി എയർടെൽ, ONGC, ICICI ബാങ്ക് ആൻഡ് ശ്രീറാം ഫിനാൻസ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സിപ്ല, HUL, മാക്സ് ഹെൽത്ത് കെയർ, അൾട്രാടെക് സിമെന്റ് ആൻഡ് അദാനി പോർട്സ് ആണ് ഉണ്ടായിരുന്നത്. സോ ഹിന്ദാൽകോ നമ്മൾ ഓൾറെഡി ട്രേഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ്സിലൊക്കെ ഉള്ളവർക്ക് അറിയാം. ഇപ്പോൾ ഹിന്ദാൽകോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് പ്ലസ് ടാർഗറ്റ് ഹിറ്റാണ് നടന്നത്. അപ്പോൾ ഞാൻ ട്രേഡ് എടുത്തത് ഈ ഒരു സോണിലാണ്, മേ ബി ഈ ഒരു ക്യാൻഡിലാണ്, ഈ മൂന്നാമത്തെ ക്യാൻഡിലാണ് 773 എന്ന് വരുന്ന ഈ മൂന്നാമത്തെ ക്യാൻഡിലാണ് ട്രേഡ് എടുത്തത്. അതിനുശേഷം മാർക്കറ്റ് ചെറിയൊരു ഡൗൺ സൈഡ് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡൗൺ സൈഡ് തന്ന ശേഷം മാർക്കറ്റ് ഗ്രാജുവലി അപ്പ് സൈഡ് പോയി. ഇന്നാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ നമ്മൾ ഫുൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്താണ് പോയിരിക്കുന്നത്. സോ നമ്മൾ ഹിന്ദാൽക്കോയുടെ ഓവറോൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു പുതിയ ടെറിറ്ററിയിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ മാർക്കറ്റ് അപ്പ് സൈഡ് 880 റേഞ്ചിലോട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മാർക്കറ്റ് ഹിന്ദാൽക്കോ പോകുമെന്ന്. സോ ഇത്രയും വലിയൊരു മൂവ്മെന്റ് തരുമ്പോഴത്തേക്ക് തന്നെ എനിക്കൊരു നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, ഇത്രയും ഒരു മൂവ്മെന്റ് തരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും പോസിബിൾ ആണെന്നുള്ളതാണ്. സോ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് 770 എന്നുള്ള റേഞ്ചിലേക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വരുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വാച്ച് ചെയ്യാം. സോ ഇപ്പം അതിൽ ഇന്ന് പിന്നെ നമുക്ക് രണ്ട് സ്റ്റോക്കുകളുടെ അഭിപ്രായം ചോദിച്ചിരുന്നു, എന്താണ് ഒരു വ്യൂ എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു. ആനന്ദ് രാജ് ആൻഡ് IRFC എന്നാണ് നമ്മുടെ കമന്റ് ബോക്സിൽ ആളുകൾ ചോദിച്ച സ്റ്റോക്സിന്റെ കാര്യം. ആനന്ദ് രാജിന്റെ ഒരു ടോട്ടൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ആനന്ദ് രാജ് മോസ്റ്റ്ലി എത്ര % കറക്ഷൻ തന്നു? 62% കറക്ഷൻ ആനന്ദ് രാജ് തന്നിട്ടുണ്ട്. ആൻഡ് നിലവിൽ നോക്കുകയാണെങ്കിൽ ആനന്ദ് രാജ് ഗ്രാജുവലി എന്താണ് ശ്രമിക്കുന്നത്? ഗ്രാജുവലി ഒരു ഹയർ ഹൈ തരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാജുവലി നോക്കിയാൽ അറിയാം. ആനന്ദ് രാജിന്റെ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്കിവിടെ കാണാം. ആനന്ദ് രാജ് ഒരു പോസിറ്റീവ്, അതായത് ഒരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളൊരു സൂചനയാണ് ആനന്ദ് രാജിൽ നമുക്കിവിടെ കാണുന്നത്. ഒരു ഹയർ ഹൈ തന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ ആനന്ദ് രാജ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഒരു ക്രൂഷ്യൽ ഏരിയയാണ്. സോ 600 എന്നുള്ളൊരു ഈ ഒരു സപ്പോർട്ട് സോൺ മാർക്കറ്റിന് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ആനന്ദ് രാജിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റും കണ്ടിന്യൂഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മറിച്ച് ഈ ഒരു 570 to 600 റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴെ വരികയാണെങ്കിൽ പിന്നെ ഉള്ളൊരു കാര്യമെന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് സോണിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. സോ അതൊരു ഒരു ബയേഴ്സിനെ ട്രാപ്പ് ചെയ്ത് നിലവിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് തിരിച്ച് അപ്സൈഡ് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയ പ്രധാനപ്പെട്ട മേഖലയാണ്. 600 to 620 എന്നുള്ള ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്താൽ മാർക്കറ്റ് കണ്ടിന്യൂഷൻ നമുക്ക് പ്രതീക്ഷിക്കാം, ഇതിൻ്റെ ഒരു മൊമെന്റത്തിന്റെ കണ്ടിന്യൂഷൻ. മറിച്ച് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 620 എന്നുള്ള ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഈ സോൺ വർക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. 520 എന്നുള്ള ഏരിയ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു ഏരിയ കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം.
580 ഈ ഒരു സോണിലേക്ക് മേ ബി മാർക്കറ്റ് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു 580 എന്നുള്ള ഏരിയയിലേക്ക് വന്ന ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് 580 to 577 റേഞ്ചിലേക്ക്. സോ ഇതൊരു റീടെസ്റ്റ് ആണ് നമുക്കിവിടെ കാണുന്നത്. മാക്സിമം ബയേഴ്സ് ഇവിടെ എൻ്റർ ആയ ബയേഴ്സ് ഇതുവരെ പോയ ശേഷം മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്കിവിടെ കാണാം. സോ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് IRFC ആണ്. ഇപ്പോൾ IRFC നോക്കുകയാണെങ്കിൽ തന്നെ IRFC മോസ്റ്റ്ലി കറക്റ്റഡ് സ്റ്റോക്കാണ്. എത്രയാണ് 50% കറക്റ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് ഒരു ഏരിയയിൽ ഹോൾഡ് ചെയ്യുകയാണ്. ആൻഡ് ഒരു പ്രോപ്പർ ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത് 130 എന്നുള്ള സോണാണ്. IRFCയുടെ ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഒരു 130 എന്നുള്ള റേഞ്ചിൽ പ്രോപ്പർലി ഡിമാൻഡ് ഏരിയ ആയിട്ട് പല വട്ടമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വട്ടമല്ല 1, 2, 3 ടൈംസ് ഈ ഒരു ഏരിയയിൽ പ്രോപ്പർലി ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ IRFC വീണ്ടും ഡിമാൻഡ് ചെക്ക് ചെയ്യാനായിട്ട് ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് അപ്പോൾ ഒരു എൻട്രി നോക്കാം. ആൻഡ് നിലവിൽ ഞാൻ പ്രത്യേകിച്ച് എൻട്രി ഒന്നും IRFCയിൽ കാണുന്നില്ല. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം ഒരു നെഗറ്റീവ് സ്ട്രക്ചർ ബിൽഡിംഗ് ആണ് ഇവിടെ കാണുന്നത്. മേ ബി ഒരു 110 റേഞ്ചിലേക്ക് ഒരു ഡിമാൻഡ് ഏരിയ ടെസ്റ്റ് ചെയ്യാനായിട്ട് എത്തുന്നതായിരിക്കാം. സോ നിലവിൽ ഞാൻ IRFCയിൽ എൻട്രി ഒന്നും നോക്കത്തില്ല. ഒരു 110 ഏരിയ ടച്ച് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഈ 2 സ്റ്റോക്സ് ആണ് ഡൗട്ട് ചോദിച്ചാൽ ഞാൻ കണ്ണിപ്പെട്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് ഞായറാഴ്ചയോ ശനിയാഴ്ച ആയിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു പോസ്റ്റ് മാർക്കറ്റ് സെഷൻ അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരാൻ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.